നമസ്കാരം. അടുത്ത നക്ഷത്രമാണ് മൂലം. മൂലം നക്ഷത്രക്കാർക്ക് അവർ കൂടുതൽ എപ്പോഴും പരിശ്രമിക്കുകയും കൊണ്ട് ഇവർ ഇതിലും ശ്രമകരമായിട്ടുള്ള എന്ത് വിഷയം ചെയ്താലും അതിൽ വിജയസാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പുതിയ ജോലി അല്ലെങ്കിൽ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിൽ പെട്ടെന്ന് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ജോലിയാണെങ്കിൽ പെട്ടെന്നൊരു ജോലി നിങ്ങൾക്ക് കണ്ടെത്താനും കഴിയും. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നത്തിലാണെങ്കിലും ആ സമയത്ത് കുടുംബത്തിൻ്റെ എല്ലാ സഹായവും സുഖമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഇത്രയും ഈ വർഷം 2024 എല്ലാ കാര്യവും അങ്ങനെ കാര്യമായിട്ടൊന്നും നല്ലത് നടന്നിട്ടുണ്ടാവില്ല. എല്ലാം ഇഴഞ്ഞഴഞ്ഞ് നീങ്ങിയേ പോയിണ്ടാവുള്ളൂ. പക്ഷെ 2025 ആകുമ്പോൾ ഇതെല്ലാം സ്പീഡാവും. അതുപോലെ തന്നെ വല്ല കെട്ടിട നിർമ്മാണമോ അല്ലെങ്കിൽ ഗൃഹപ്രവേശമോ അല്ല ഗൃഹനിർമ്മാണമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ 2025 തീരുന്നതായിരിക്കും. സന്താനങ്ങളുടെ അത്യുദ്ദേഹം സന്തോഷം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ നിങ്ങൾക്ക് കുറച്ച് അനിശ്ചിതത്വം ഉണ്ടാവും. അതിന് കാരണം നിങ്ങൾക്ക് മെയ് മാസത്തിൽ കണ്ടകശനി ആരംഭിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടാത്തതെല്ലാം കിട്ടാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് പണലഭ്യത ഇല്ലെങ്കിൽ പണം വരും, പക്ഷെ പണം ഉണ്ടെങ്കിൽ പണം പോവുകയും ചെയ്യും. 2024 നിങ്ങൾക്കൊരു അപകടം വന്നിട്ടില്ലെങ്കിൽ 2025 ആ അപകടം എന്തായാലും വരും. അതുപോലെ നിങ്ങൾക്കിപ്പോൾ 2025 ഒരു അപകടം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ അപകടം ഇല്ലാണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് കണ്ടകശനി വരുന്നത്. പക്ഷെ അപകടം വന്നാൽ നിങ്ങളത് കൊണ്ടേ പോവുള്ളൂ. അതുകൊണ്ട് വാഹനത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൂടുതലും ബൈക്ക് യാത്രക്കാർക്ക് അതിപ്പോൾ കോമൺ കാര്യമാണ്. പക്ഷെ എന്നാലും വാഹനം ശ്രദ്ധ വേണം. അല്ലാണ്ട് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. പക്ഷെ കണ്ടകശനി തുടങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷെ മെയ് അവസാനമാകുമ്പോൾ വ്യാഴവും രാഹുവിൻ്റെയും സ്ഥലങ്ങളിലേക്ക് മാറുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ മനക്ലേശങ്ങൾ കുറച്ച് കമ്മിയായി കിട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സുഖാനുഭവങ്ങൾ ഉണ്ടാവും. വിവാഹം നടന്നിട്ടില്ലെങ്കിൽ ആ വിവാഹം നടക്കും. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത കർമ്മം നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും അതല്ല ഈ മെയ് മാസത്തിൽ നിന്ന് അങ്ങോട്ട് അടുത്ത മാർച്ച് വരെ നിങ്ങൾ അനുഭവിച്ചിരിക്കും. അത് നല്ലതോ മോശമോ എന്തോ ആയിക്കോട്ടെ. ഈ മെയ് മാസത്തിൽ ഈ കർമ്മഫലം കാരണം നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധനം ഒഴുകിയും കൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ മെയ് മാസം വരെ നിങ്ങൾക്ക് ധനം ഒഴുകിയും കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിൽ കുറച്ച് പാളിച്ച് വരും. ധനം ഒഴുക്ക് കുറച്ച് കമ്മിയാവും. ഒരു വർഷത്തിലെ കാര്യമായതും കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത്. അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ മാസഫലം പറയുന്നതാണ്. അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല. ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത്. അതുപോലെ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി. പിന്നെ കൂടുതൽ ഡീറ്റെയിലിംഗ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്.